എൻ്റെ പേര് ജെയിംസ് ആലക്കുഴിയിൽ OCD സഭാംഗമാണ്. കർമ്മലീത്ത മലബാർ പ്രൊവിൻസിൻ്റെ അംഗമാണ്. ഞാൻ 2009 ഫെബ്രുവരി 4 രത്നഗിരിപ്പള്ളിയിൽ വെച്ച് പട്ടം സ്വീകരിച്ചത്. അന്നു മുതൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് കാർമൽ ഇൻ്റർനാഷണൽ പബ്ലിഷിംഗ് ഹൗസിലാണ്. ഇവിടെയാണ് മാർപ്പാപ്പായുടെ പ്രബോധനങ്ങളും തിരുസഭാ പ്രബോധനങ്ങളും വത്തിക്കാനിൽ നിന്നുള്ള വാർത്തകളുമെല്ലാം വിശ്വാസ സമൂഹത്തിലേക്ക് എത്തിക്കുന്ന വലിയൊരു പ്രസ്ഥാനമാണ് ഈ കാർമൽ ഇൻ്റർനാഷണൽ പബ്ലിഷിംഗ് ഹൗസ്. മാർപ്പാപ്പായുടെ പത്രം എന്നറിയപ്പെടുന്ന ഒസ്സർവത്തോരെ റൊമാനോ ലോകത്തിൽ 8 ഭാഷകളിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ ഒരെണ്ണം മലയാളമാണ്. ലോകത്തിലെ 3 സ്ഥലത്തു നിന്നാണ് ഈ പത്രം പ്രിന്റ് ചെയ്യുന്നത്. അതിൽ ട്രിവാൻഡ്രമുണ്ട്, വത്തിക്കാനുണ്ട്, അമേരിക്കയുണ്ട്. ഇന്ത്യയിൽ ഈ ഒരു പത്രം കിട്ടുക എന്ന് പറയുന്നത് അപൂർവ ഭാഗ്യം തന്നെയാണ്. ഇത്രയും കത്തോലിക്കരുടെ എണ്ണം കണ്ടിട്ട് സഭ അനുവദിച്ചതാണ് 8 ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രം, ഒരെണ്ണം മലയാളം, അതും കേരളത്തിൽ നിന്ന്. അതുപോലെ തന്നെ മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളും അത് തിരുസഭാ പ്രബോധനങ്ങളും വത്തിക്കാനിൽ ഇറങ്ങുന്ന അന്ന് തന്നെ ഇംഗ്ലീഷിൽ ലോകം മുഴുവനും എത്തിക്കാനും അതുപോലെ തന്നെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മലയാള പരിഭാഷ ലഭ്യമാക്കാനും കാർമൽ ഇൻ്റർനാഷണൽ പബ്ലിഷിംഗ് ഹൗസ് പരിശ്രമിക്കുന്നുണ്ട്, അതിൽ വിജയിക്കുന്നുണ്ട്. അങ്ങനെ തിരുസഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് കാർമൽ ഇൻ്റർനാഷണൽ പബ്ലിഷിംഗ് ഹൗസ്. അതുപോലെ തന്നെ കാർമൽ ഇൻ്റർനാഷണൽ പബ്ലിഷിംഗ് ഹൗസിൻ്റെ ചുമതല പബ്ലിഷിംഗിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്. ഇന്ന് വായനാശീലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വായനയെ പുനർജീവിപ്പിക്കുക, അതിൻ്റെ ഭാഗമായി മറ്റു പല പദ്ധതികളും ഈ പബ്ലിഷിംഗ് ഹൗസ് വിഭാവനം ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു കുടുംബത്തിൽ ഒരു ലൈബ്രറി. അതുവഴി വായനാശീലം പ്രോത്സാഹിപ്പിക്കുക, ഏറ്റവും കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു. അതുവഴി വായനാശീലം വളർത്തിയെടുക്കുക. കുഞ്ഞുങ്ങളിലും മുതിർന്നവരിലും വായനാശീലം വളർത്തിയെടുക്കുന്നത് വഴി മൊബൈൽ അഡിക്ഷൻ, മീഡിയ അഡിക്ഷൻ തുടങ്ങിയ ദുശ്ശീലങ്ങളിൽ നിന്ന് കുട്ടികളെ വിടുതലാക്കുക, മാതാപിതാക്കന്മാരെയും കുടുംബങ്ങളെയൊക്കെ ഒന്നിപ്പിച്ചു കൊണ്ടുപോവുക എന്നൊരു വലിയ ദൗത്യവും കാർമൽ ഇൻ്റർനാഷണൽ പബ്ലിഷിംഗ് ഹൗസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പബ്ലിഷിംഗ് ഹൗസിന്റെ മറ്റ് പ്രോജക്റ്റുകളാണ് ഉത്തരവാദിത്വത്തോടെ മീഡിയ ഉപയോഗിക്കുവാനും സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യാനും അതിൻ്റെ വെല്ലുവിളികളും അതിലൊളിഞ്ഞിരിക്കുന്ന അപകടങ്ങളും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും മുതിർന്നവരെയും പരിരക്ഷിക്കുക എന്ന് പറയുന്നതും കാർമൽ ഇൻ്റർനാഷണൽ പബ്ലിഷിംഗ് ഹൗസിന്റെ വലിയൊരു ചുമതല തന്നെയാണ്. ധാർമ്മികതയ്ക്ക് ഉതകുന്ന രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഉപയോഗിക്കാൻ എല്ലാവരെയും പ്രാപ്തരാക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യവും കാർമൽ ഇൻ്റർനാഷണൽ പബ്ലിഷിംഗ് ഹൗസിനുണ്ട്. അങ്ങനെ സഭയ്ക്കും സമൂഹത്തിനും ചേരുന്ന രീതിയിൽ ക്രൈസ്തവ മൂല്യങ്ങളും ക്രൈസ്തവ രീതികളും വിശ്വാസ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കാർമൽ ഇൻ്റർനാഷണൽ പബ്ലിഷിംഗ് ഹൗസിന്റെ പ്രധാനവുമായിട്ടുള്ള കർത്തവ്യവും ലക്ഷ്യവും.